അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മന്നാ നബിയ ബഅദ. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ട്രൂ ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നേർമാർഗം സിദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നേർമാർഗം സിദ്ധിച്ച ഒരുപാട് ആളുകളെ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പത്തനംതിട്ട സ്വദേശിയായ സുരേഷ് എന്ന ജമാലാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങൾ എത്ര കാലമായി ഇസ്ലാം സ്വീകരിച്ചിട്ട്? ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഒരു 10-11 കൊല്ലത്തോളം ആവുന്നത്. നേരത്തെ ഹിന്ദുവായിട്ട് ജീവിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറേ ഒരു ആവശ്യമില്ലാത്ത പരിപാടികളും കൂട്ടുകെട്ടും അതൊക്കെ കൊണ്ട് മാറ്റി എടുത്തിട്ട് നമുക്കൊരു പുതിയ ജീവിതം വേണം, പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. മുമ്പുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കല്ലിനെ ആരാധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പോയി എവിടെയെങ്കിലും പോയി ഒരു മരത്തിന് ചുവട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ ആരാധിക്കുക. അതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും പോയി കൈയിട്ട് കുമ്പിടുന്നുണ്ട്, ഞാനും അങ്ങനെ ചെയ്തു. പിന്നെ എൻ്റെ മനസ്സിനകത്ത് നല്ല വിശ്വാസമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളിൽ നിന്ന് ഞാൻ നല്ലവരെ വിശ്വസിച്ചു. അതിന് പേരിൽ അൽഹംദുലില്ലാ ഇതുവരെ എൻ്റെ പഴയ ജീവിതങ്ങളൊക്കെ പോയി നല്ല ഹലാലായിട്ട് പഴയതിൽ നിന്നും കുറച്ചുകൂടി ഒരു ഉയർച്ച വന്നതെന്നുള്ളതല്ലാതുകൊണ്ട് അതിനകത്തിട്ട് താപ്പോട്ടുള്ള ഇതുണ്ടായിട്ടില്ല. ഇപ്പോഴും അള്ളാഹിൻ്റെ ഇതിൽ ഒരു പരീക്ഷണങ്ങൾ തരും, അത് അൽഹംദുലില്ലാ പറയുക മാറും എന്നുള്ള വിശ്വാസം അതും ഇന്നുവരെ ഉണ്ടായിട്ടുമുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ഏകദേശ വിശ്വാസത്തേക്ക് എത്തുമ്പോഴുള്ള സമാധാനം അതാണ് നല്ല സമാധാനം തന്നെയാണ്. ഒന്നും വേണ്ട, 5 നേരത്തെ നിസ്കാരം കഴിയുമ്പോഴത്തേനും തന്നെ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ നിസ്കാരം കഴിയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് നല്ലൊരു കുളിർമ തോന്നുന്നുണ്ട്, മനസ്സമാധാനം തോന്നുന്നുണ്ട്. ഏകദേശ വിശ്വാസത്തേക്ക് വരുമ്പോഴുള്ളൊരു അവസ്ഥയാണ് ശരിക്കതുള്ളത്. നമുക്കറിയാലോ, നമുക്ക് മറ്റൊരു മതത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അന്നത്തെ നമ്മുടെ ദൈവിക ആരാധനയും ഇപ്പോഴുള്ള ആരാധനയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ജീവിതത്തിൽ മനസ്സിലാവുന്നുണ്ടാവും. അതൊന്ന് തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവുക, അമ്പലത്തിൽ പോയിട്ട് ആരാധിക്കുക, അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. സുബഹത്തെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴൊക്കെ തന്നെ മനസ്സിനകത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനകത്തൊരു തൃപ്തിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ മറ്റൊരു മതത്തിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമുക്കുള്ളൊരു മനസ്സമാധാനം ഉണ്ടാകും. അതായത് യഥാർത്ഥ ദൈവത്തെ അല്ലെങ്കിൽ യഥാർത്ഥ ആരാധ്യനെ കണ്ടെത്തിയ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സ് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിൽ തവക്കൽ ചെയ്യാൻ പറ്റും. ആ നിലക്കുള്ള ഒരു അനുഭവം എന്താണുള്ളത്? മതം മാറി വരുന്ന ടൈമിൽ ഞാൻ ഒരുപാട് മാനസികമായിട്ടും ഒക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നല്ല രീതി കൂടെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഞാൻ എൻ്റെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും ഇപ്പം എന്നെ വലിയ താല്പര്യമൊന്നുമല്ല. മതം മാറി വന്നതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അതിൽ നിന്നൊക്കെ നല്ല മെച്ചമായിട്ടൊരു ജീവിതമാണ് ഇപ്പം നയിച്ചു പോകുന്നത്. അല്ലാതെ എനിക്കുള്ള ഹയർ സംബന്ധം തരും എന്നുള്ള വിശ്വാസമുണ്ട്. ഈ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നാട്ടിൽ നിന്നോ മറ്റുള്ള വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നാട്ടിൽ ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് മാനസികമായിട്ടുള്ള കുറച്ചൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങൾ ആദ്യം താമസിച്ചിട്ടുണ്ടെന്ന് തന്നെ അവിടുത്തെ ആൾക്കാർ ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. അവിടെ നിന്നെല്ലാം മാറി ഇപ്പം വേറെ ജീവിതം നയിക്കുന്നു. നല്ല സന്തോഷത്തിൽ തന്നെ പോകുന്നു. ഇപ്പം ഖുർആൻ വായിച്ചപ്പോഴുണ്ടാകുന്ന ഒരു ഖുർആനെ വായിച്ചിട്ടില്ല, പിന്നെ അതിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു, അത് വായിക്കുന്നുണ്ട്. അതിൻ്റെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എനിക്ക് ദീനിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വലുതായിട്ടൊരു പുതുവിശ്വാസമായതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളൊരു മെത്തേഡ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതിനെ പഠിക്കാനുകൊണ്ട് കുറേ പോകുന്നുണ്ട്. എന്നാലും പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടൊരു സമയം കിട്ടുന്നില്ല എന്ന് മാത്രം. ഖുർആൻ ക്ലാസ് ആയാലും മറ്റു ക്ലാസ്സിനും കാര്യത്തിനൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കുടുംബജീവിതം, ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ? കുടുംബജീവിതം ഇപ്പം കല്യാണം കഴിച്ച് കഴിഞ്ഞ് അതിനകത്ത് കുട്ടികളില്ല, മക്കളില്ല. പിന്നെ ജോലി കുഴപ്പമൊന്നുമില്ല, ആശാരിപ്പണിയാണ്. ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. കുറച്ച് കൈയുടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എന്തായാലും വീണ്ടും പിന്നെയും പണിക്ക് ഇറങ്ങി തുടങ്ങി. അൽഹംദുലില്ലാ ഞാനിപ്പം ആശാരിപ്പടിയിലാണ് താമസിക്കുന്നത്. അങ്ങാടിപ്പുറം, പെരുന്തമണ്ണ അങ്ങാടിപ്പുറം ആശാരിപ്പടിയിലാണ് താമസിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ലോകത്തുള്ള സകല ജനങ്ങൾക്കുമായി ഇറക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ എല്ലാ ജനങ്ങളും വായിക്കേണ്ടതുണ്ട്.
അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നിർബന്ധ ബാധ്യത കൂടിയാണ്. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ ويضرب الله الأمثال للناس والله بكل شيء عليم.